Dear friends, I am Rajivan, ഇൻഷുറൻസ് അഡ്വൈസർ. ഞാൻ വ്യത്യസ്ത പല ഇൻഷുറൻസ് കമ്പനിയിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പലരും എന്നോട് ഫോണിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചിരുന്നു എന്താണ് ഇൻഷുറൻസ് എന്ന്. പക്ഷെ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പല ആൾക്കും പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പലർക്കും അത് നെറ്റി വിളിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായത്. പല ആളുകളും ഇതൊക്കെ തമാശയാണ്, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, മറ്റു പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പലർക്കും അത് തമാശയാണെന്ന് തോന്നുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഞാൻ പറഞ്ഞത് അതിനെ വിശദീകരിച്ച് ഞാൻ ഇപ്പോൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ നിലയിൽ തന്നെ അത് സംഭാഷണം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1000 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആദ്യത്തെ 10 ലക്ഷം രൂപ വെച്ചിട്ട് ഡിഡക്റ്റബിൾ വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ത്രഷോൾഡ് എന്ന് പറയും. അത് വെച്ചതിന് ശേഷം പിന്നെ വരുന്ന 1 കോടി രൂപയുടെ കവറേജ് ആണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 10 ലക്ഷം രൂപക്ക് നമുക്ക് 1 രൂപയും കിട്ടില്ല. 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന മാരകമായ അസുഖങ്ങൾക്കാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കുന്നത്. അപ്പൊ 10 ലക്ഷത്തിന് മുകളിൽ ഒരു 15 ലക്ഷം രൂപ ചെലവാൽ 5 ലക്ഷം രൂപ കൊടുക്കും. 20 ലക്ഷം രൂപ ചെലവാൽ 10 ലക്ഷം രൂപ കൊടുക്കും. അത് ആദ്യത്തെ അസുഖത്തിന് ആദ്യത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആ അസുഖത്തിന് തന്നെ തുടർച്ചയായിട്ട് ആ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പിന്നീടുള്ള എല്ലാ പൈസയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 10 ലക്ഷം രൂപ കിട്ടില്ല. പിന്നീട് നടക്കുന്ന എല്ലാ ചികിത്സയുടെ ഭാഗമായി, അക്കൊല്ലം നടക്കുന്ന എല്ലാ ചികിത്സയുടെ ഭാഗമായി നടക്കുന്നതിനും നമുക്ക് 1 കോടി രൂപ വരെ കിട്ടും. ഒരാൾക്ക് വരുന്നത് 1000 രൂപയാണ് വരുന്നത്. ഏറ്റവും മിനിമം ആയിട്ട് ഞാൻ പറയാം 1000 രൂപ. 1000 രൂപ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപയുടെ കവറേജ് കിട്ടും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ചികിത്സാ രംഗത്ത് ചികിത്സാ കമ്മിറ്റികൾ നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ്. ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും കുട്ടികളുടെ കരച്ചിലും അമ്മമാരുടെ കരച്ചിലും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് പല സെലിബ്രിറ്റികളെ കൊണ്ടും വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയേണ്ടത് വെച്ചാൽ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ മാരകമായ രോഗം വരികയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 1000 രൂപ അടച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി പറയുന്നത് ലിബർട്ടി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ കസ്റ്റമർ, ഞാൻ കൊടുത്തൊരു കസ്റ്റമർക്ക് ക്ലെയിം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആളെ പേര് ഇപ്പൊ എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്തതാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കവറേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. പൂർണ്ണമായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബേസ് അടക്കം നിങ്ങൾ എടുക്കണം. കാരണം ആദ്യത്തെ 10 ലക്ഷം രൂപക്ക് വേണ്ടുന്ന സാധനം നിങ്ങൾ എടുത്തു വെക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത്, അസുഖം വരുന്ന ഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹായമായിട്ട് നിങ്ങളുടെ കൂടെ ഇൻഷുറൻസ് കമ്പനി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾ പണം സമ്പാദിക്കാൻ നിങ്ങൾ നെട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾ അവിചാരിതമായിട്ടാണ് അസുഖങ്ങൾ പലർക്കും വരിക. നമുക്കറിയാം നമ്മൾക്കൊന്നും വരില്ല എന്നുള്ള പലയാളുടെ പൂർണ്ണ വിശ്വാസങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കാണ് അസുഖം വരുന്നത്, എനിക്ക് വരില്ല എന്നുള്ള ആത്മവിശ്വാസം നമ്മളെ നയിക്കുന്നത്. പക്ഷേ നാളെ നമ്മളെയും അസുഖം പിടികൂടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ടും മറ്റു നിലക്ക് എല്ലാ നിലക്കുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ കിട്ടണമെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, എന്നോട് സംസാരിക്കാം. നിങ്ങൾക്ക് നല്ല സർവീസും കാര്യങ്ങളും ഞാൻ മെച്ചപ്പെട്ട് ചെയ്തു തരുകയും ചെയ്യും. എന്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുകയാണ്. ആ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ് 9447373383. ഓക്കെ, താങ്ക് യു.